നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അതിരപ്പള്ളി വനമേഖലയിൽ വീണ്ടും തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെത്തി. ആനക്കൂട്ടത്തോടൊപ്പം പറയൻപാറ തോടിന് സമീപം പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് ആനക്കുട്ടിയെ കണ്ടത്. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി ആറ്റപ്പാടം മനക്കാക്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമാനുവൽ എന്നിവരാണ് മരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വെള്ളാങ്കല്ലൂരിൽ CPM ശ്രമം തുടങ്ങിയെന്ന് കോൺഗ്രസ്. മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററുകൾ വ്യാപകമായി കീറി നശിപ്പിച്ചുവെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം അതിരപ്പള്ളി വനമേഖലയിൽ വീണ്ടും തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെത്തി. ആനക്കൂട്ടത്തോടൊപ്പം പറയൻപാറ തോടിന് സമീപം പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആനക്കുട്ടിയെ കണ്ടത്. സ്വന്തമായി വെള്ളം കുടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്ന ആനക്കുട്ടിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നാണ് വിലയിരുത്തൽ. 2023 ജനുവരി 10-നാണ് പ്ലാന്റേഷൻ ഭാഗത്ത് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ ആദ്യമായി കാണുന്നത്. വൈൽഡ് ഫോട്ടോഗ്രാഫർമാരായ ജിലേഷ് ചന്ദ്രൻ, സജിൻ ഷാജു, വിജീഷ് എന്നിവരാണ് അംഗവൈകല്യമുള്ള ആനക്കുട്ടിയുടെ ചിത്രം പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണം നടത്തുകയും ആനക്കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണ ഈ മേഖലയിൽ ആനക്കുട്ടിയെ കണ്ടെങ്കിലും കുറച്ചു നാളുകളായി ഒരു വിവരവും ഇല്ലായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തോടൊപ്പം അംഗവൈകല്യമുള്ള ആനക്കുട്ടി വീണ്ടും എത്തിയത്. ജന്മന തുമ്പിക്കൈ ഇല്ലാത്തതാണോ അതോ മറ്റ് മൃഗങ്ങളുടെ ആക്രമണത്തിൽ തുമ്പിക്കൈ നഷ്ടപ്പെട്ടതാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി അറ്റപ്പാടം മനക്കാക്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമാനുവൽ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:45-ഓടെയായിരുന്നു സംഭവം. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സിനിമ കാണാനായി വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് റീബിൽഡ് കേരള പദ്ധതി വഴി നിർമ്മാണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം ഇന്ദിരാഗാന്ധി റോഡ് ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പ്രളയം നമ്മളെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു പ്രദേശം കൂടിയായിരുന്നു നമ്മുടെ കുഴൂർ ഗ്രാമപഞ്ചായത്ത്. ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത്. ഇതിനെല്ലാം തന്നെ അതിജീവിക്കുക, പൊളിഞ്ഞു പോയിട്ടുള്ള എല്ലാ റോഡുകളും പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇത്തരം പദ്ധതിയിലേക്ക് കടക്കുകയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പഞ്ചായത്തുകളും കൊടുങ്ങല്ലൂർ നഗരസഭയും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളും പ്രളയത്തെ ബാധിച്ചൊരു ഘട്ടം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ്, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത്, സുധാ ദേവദാസ്, നന്ദിത വിനോദ്, പ്രിയ ലിയോ എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വെള്ളാങ്കല്ലൂരിൽ CPM ശ്രമം തുടങ്ങിയെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ്, അമരിപ്പാടം 15, 16 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾക്കായി ഉടമയുടെ അനുവാദത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ബുക്ക് ചെയ്ത മതിൽ LDF അന്യായമായി കയ്യേറിയതായി UDF ആരോപിച്ചു. മാത്രമല്ല, മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററുകളും വ്യാപകമായി കീറി നശിപ്പിച്ചിരിക്കുകയാണ്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ പരാജയ ഭീതി മൂലം CPMന് സമനില തെറ്റി തുടങ്ങിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കയ്പമംഗലം സ്വദേശിയായ 10 വയസ്സുകാരന് ലഭിച്ചു. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവിയാനാണ് പുരസ്കാരം ലഭിച്ചത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവിയാൻ. പൊതുവിഭാഗത്തിൽ ചിത്രരചന, ക്രാഫ്റ്റ് എന്നീ മേഖലകളിലെ മികവ് മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് അർഹനായത്.
വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന തലത്തിൽ സർക്കാർ പുരസ്കാരം നൽകി വരുന്നത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ദേവിയാൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ജന്മനാട് സ്നേഹാദരം ഒരുക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക്, പെരിഞ്ഞനം പൗരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സ്നേഹാദര സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളായ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ സുജിത സലീഷ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ അവസരത്തിൽ പഞ്ചായത്ത് മുൻകൈയെടുത്തും പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കും പെരിഞ്ഞനത്തെ പൗരാവലിയും സംയുക്തമായി ഈ പരിപാടി ഈ വരുന്ന 7-ാം തീയതി രാവിലെ 9:30-ന് ബഹുമാനപ്പെട്ട കായിക ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കാൻ മുഹമ്മദ് അഷ്ഫാഖിന് നൽകുന്ന അനുമോദന സദസ്സ് വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അതിരപ്പള്ളി വനമേഖലയിൽ വീണ്ടും തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെത്തി. ആനക്കൂട്ടത്തോടൊപ്പം പറയൻപാറ തോടിന് സമീപം പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് ആനക്കുട്ടിയെ കണ്ടത്. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി ആറ്റപ്പാടം മനക്കാക്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമാനുവൽ എന്നിവരാണ് മരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വെള്ളാങ്കല്ലൂരിൽ CPM ശ്രമം തുടങ്ങിയെന്ന് കോൺഗ്രസ്. മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററുകൾ വ്യാപകമായി കീറി നശിപ്പിച്ചുവെന്ന് ആരോപണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.